അങ്ങനെ തുടർച്ചയായിട്ടുള്ള 7ാമത്തെ മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നു. അതെ, സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ 2 ഗോളിൻ്റെ ഒരു പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്. ഇന്നത്തെ സ്പോർട്ടിംഗ് ഡൽഹിക്ക് വേണ്ടി ഗോളടിച്ചത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ മുഹമ്മദ് ഐമനാണ്. അതുകൂടാതെ ബാവോവിക്കും ഒരു ഗോൾ സ്കോർ ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റം നയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അണിനിരുന്നത് കെവിൻ യോക്കും നിഹാൽ സുതീഷും അതുപോലെ തന്നെ റൗളിൻ ബോർജസും പിന്നെ ജെയ്റ്റ്കുട്ട് കോങ്കോയും വിവിൻ മോഹനൻ അടക്കമുള്ള താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഒട്ടനവധി അവസരങ്ങൾ കിട്ടിയ മത്സരമായിരുന്നു ഇത്. പക്ഷെ അതൊന്നും ഒരു ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിന്. അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറായിട്ടുള്ള ഐബാന് ഒരു റെഡ് കാർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കളിയിൽ. എന്തായാലും പുതിയ കോച്ച് ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ ആദ്യ മത്സരമായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ വിജയിക്കാൻ പറ്റാതെ പോവുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. എന്തായാലും തുടർച്ചയായ 7ാമത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് 7 മത്സരത്തിൽ നിന്ന് ഒരേ ഒരു പോയിന്റുമായി 13ാം സ്ഥാനത്ത് തുടരുകയാണ്. എന്തായാലും സ്പോർട്ടിംഗ് ഡൽഹി ആണെങ്കിൽ 6 മാച്ചിൽ നിന്ന് 5 പോയിന്റുമായി 12ാം സ്ഥാനത്തേക്ക് മുന്നേറിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.